ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം കടുത്ത വിമർശനമാണ് ഗബ്രിക്ക് നേരെ വരുന്നത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടായ മത്സരാർത്ഥിയായിരുന്നു ഗബ്രി. ജാസ്മിനുമായുള്ള അടുപ്പമാണ് ഇതിന് കാരണമായത്. ജാസ്മിനുമായി പ്രണയമാണോ സൗഹൃദമാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഗബ്രിക്കില്ല. ജാസ്മിൻ ഉണ്ടാക്കിയ കോംബോയാണ് ഗബ്രി ഷോയിൽ നിന്നും പുറത്താകാൻ കാരണമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. തനിക്കും ജാസ്മിനും നേരെ വരുന്ന വിമർശനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗബ്രി. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ഗെയിമിൻ്റെ കാര്യത്തിൽ ആരും തന്നെ എത്ര വേണമെങ്കിലും തെറി വിളിച്ചോട്ടെ, പക്ഷേ എപ്പോൾ അത് വ്യക്തിജീവിതത്തെ ബാധിക്കുന്നോ അതാണ് ബൗണ്ടറി. ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ്. അവളെക്കുറിച്ച് വരുന്ന ചില കമൻറ്റുകൾ വായിക്കുമ്പോൾ അത്രയും വിഷമം വരും. എന്തുകൊണ്ടാണത് പറയുന്നത് എന്ന് പോലും ആളുകൾ ചിന്തിക്കുന്നില്ല. തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ജാസ്മിൻ്റെ വീട്ടുകാരെ ടാർഗറ്റ് ചെയ്യേണ്ടതില്ല. തെറ്റ് പറ്റിയെന്നതിന് ജാസ്മിനെ അത്രയും തരം താഴ്ന്ന രീതിയിൽ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. പുറത്തെത്തുമ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. എനിക്കറിയാം, അതിനകത്ത് അത്രയും അനുഭവിച്ചാണ് അവൾ പുറത്തേക്ക് വരുന്നത്. അവളുടെ കൈപിടിച്ച് ഞാൻ നിൽക്കും. ഭൂമിയിൽ കോടിക്കണക്കിന് ആളുകൾ എതിരെ നിന്നാലും ജാസ്മിൻ്റെ കൈപിടിച്ച് കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. മറ്റ് മത്സരാർത്ഥികളുടെ PR ടീമുകൾ തനിക്കെതിരെ കണ്ടന്റ് ഉണ്ടാക്കിയത് കൊണ്ട് തനിക്ക് നെഗറ്റീവ് ഇമേജ് വന്നെന്ന് ഗബ്രി പറയുന്നു. പുറത്തിറങ്ങിയ ശേഷം ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്കും കുടുംബത്തിനുമേ അറിയൂ. നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒരു ശതമാനമേ നിങ്ങൾ കാണുന്നുള്ളൂ. എൻ്റെ കുടുംബവും എന്നെ ഇഷ്ടപ്പെടുന്നവരും കടന്നു പോയതിനെക്കുറിച്ച് അവർക്കും എനിക്കുമേ അറിയൂ. ഇപ്പോൾ പോലും അവർ ഓപ്പണായി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പനൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല. എനിക്കിത്ര വിഷമമായെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ ചോദിച്ചത് നീ ഓക്കെ ആണോ എന്നാണ്. അവരുടെ ഏറ്റവും വലിയ പേടി ഞാനിത് പുറത്തിറങ്ങിയിട്ട് എങ്ങനെ എടുക്കുമെന്നാണ്. ഞാനത് പോസിറ്റീവായി എടുത്തപ്പോൾ അവർക്ക് കുഴപ്പമില്ല. എന്നെ നെഗറ്റീവായി കാണിച്ചത് എൻ്റെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാകരുത്. ഗെയിം കഴിഞ്ഞാലും ജീവിക്കണം. തെറ്റ് പറ്റും. തെറ്റ് പറ്റാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊന്നും പറയുന്നില്ല. കല്ലെറിഞ്ഞ് ചോര വന്ന് വേദനിച്ചെന്ന് മനസ്സിലായിട്ട് വീണ്ടും പാറ ടിപ്പർ കൊണ്ട് വന്ന് തലയിലിടിക്കുന്നത് അത് തെറ്റാണ്. അത്രയും ലെവലിലേക്ക് പോകരുതെന്ന് ഗബ്രി വ്യക്തമാക്കി.